വൈദ്യുതി പോസ്റ്റിലിടിച്ച് നിയന്ത്രണം വിട്ട KSRTC ബസ്സിടിച്ച് ലോട്ടറി വ്യാപാരിക്ക് ഗുരുതര പരിക്കേറ്റു. MC റോഡിൽ പകലോമറ്റം തറവാട് പള്ളിക്ക് സമീപമായിരുന്നു നാടിനെ നടുക്കിയ വലിയ അപകടം നടന്നത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1:30 കോട്ടയത്ത് നിന്ന് കോഴിക്കോടേക്ക് പോവുകയായിരുന്ന KSRTC ഫാസ്റ്റ് പാസഞ്ചർ ബസ് പകലോമറ്റം തറവാട് പള്ളിക്ക് സമീപത്ത് വെച്ച് പോസ്റ്റിലിടിച്ച് നിയന്ത്രണം വിടുന്നത്. പോസ്റ്റിലിടിച്ച് നിയന്ത്രണം വിട്ട KSRTC ബസ് പോസ്റ്റുമായി 100 മീറ്ററോളം മുന്നോട്ട് സഞ്ചരിക്കുകയായിരുന്നു. ഇതിനിടയിൽ റോഡരികിൽ നിന്ന ലോട്ടറി വ്യാപാരിയായ ആണ്ടൂർ പടിഞ്ഞാറെ വള്ളംപ്രായിൽ സുകുമാരനെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് തെറിച്ചു വീണ സുകുമാരന് സാരമായ പരിക്കേറ്റിട്ടുണ്ട്. സുകുമാരന്റെ ഇരുകാലുകളിലൂടെയും ബസ് കയറിയിറങ്ങിയതായി പറയുന്നുണ്ട്. ബസിന് മുകളിൽ ഇലക്ട്രിക് പോസ്റ്റും ലൈനുകളും കിടന്നതും റോഡ് യാത്രക്കാരനായ ഒരാളെ ഇടിച്ചു തെറിപ്പിച്ചത് മൂലം ബസ്സിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളും ഭയചകിതരായ സാഹചര്യമായിരുന്നു. വൈദ്യുതി ലൈനുകൾ ബസിന് മുകളിൽ തൂങ്ങിയാടിയത് മൂലം ബസിന് പുറത്തിറങ്ങാൻ പോലും യാത്രക്കാർ നന്നേ ഭയന്ന് വിറക്കുകയായിരുന്നു. സംഭവം അറിഞ്ഞ് ഓടിക്കൂടിയ നാട്ടുകാരാണ് യാത്രക്കാർക്ക് ധൈര്യം പകർന്ന് പുറത്തിറക്കാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയത്. പോസ്റ്റ് ഇടിച്ചു തകർത്ത് മുന്നോട്ട് പോയ ബസ് സമീപത്തുള്ള ചില വീടുകളുടെ മതിലും തകർത്തിട്ടുണ്ട്. കുറവലങ്ങാട് പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. അതീവ ഗുരുതരമായി പരിക്കേറ്റ സുകുമാരനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഞാൻ കുറവലങ്ങാട് നിങ്ങൾ ഓട്ടോറിക്ഷയ്ക്ക് വരുന്ന സമയത്ത് ഈ ട്രാൻസ്പോർട്ട് പോസ്റ്റ് ഉൾപ്പെടെ തള്ളിക്കൊണ്ടാണ് വരുന്നത്. എതിരെ മറ്റു വാഹനങ്ങളൊന്നും വരുന്നില്ല. സൈഡ് ചേർന്നെങ്കിൽ ഇത് വരുന്ന കണ്ടുകൊണ്ടാണ് ഞങ്ങൾ വാഹനം നിർത്തി ഓടി വരുന്നത്. അപ്പോൾ ഇവിടെ ഒരാളെ ഇട്ടിട്ടാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കിയ അങ്ങനെ ആശുപത്രിയിൽ കൊണ്ടുപോവുകയും ചെയ്തിട്ടുള്ളൂ. എതിര് വാഹനങ്ങളൊന്നും വരുന്നില്ലായിരുന്നു. വണ്ടിക്ക് വലിയ സ്പീഡൊന്നും ഇല്ലായിരുന്നു. പതിയെ കയറി ഈ സൈഡ് കയറുന്ന ഞാൻ പോരുമായിരുന്നു. അത്രേ ഉള്ളൂ. ഇനി ഞങ്ങൾക്കൊന്നും അറിയത്തില്ല. എത്ര പേർക്ക് പരിക്കുണ്ടെന്നൊന്നും അറിയാം? ഞങ്ങൾ വണ്ടിക്കാർ ഇരുന്നപ്പോഴല്ല കണ്ടേ വഴിയിലൊരാൾ. എല്ലാം കൂടെ വരണം. ഇല്ല, ഞങ്ങൾ ബാഗ് ഒന്നും കണ്ടില്ല. അടിക്ക് മാത്രമേ കേൾക്കുള്ളൂ. ഒന്നും എനിക്ക് എൻ്റെ കാലിനൊക്കെ മരക്കാറുണ്ട്. ഒന്നും കാണാനൊന്നും നമുക്ക് പറ്റില്ല. പിന്നെ വണ്ടി നിർത്തുന്നത് ആള് വളരെ ഡൗൺ ചെയ്ത് ഇങ്ങനെ നിർത്തുക ചെയ്ത് അത്രയും ദൂരം കൂടെ പോരുന്നുണ്ട് വണ്ടി. ആർക്ക് സൈഡിൽ ലോട്ടറിക്കാരനാണ് നടന്നു പോയിരുന്നു. ആളുകളുടെ മേത്ത് വണ്ടിയാണോ പോസ്റ്റ് കൊളത്തിയാകുമ്പോൾ നിൽക്കണ്ടായിരുന്നു സൈഡിൽ. അങ്ങനെ തട്ടിയിട്ടുണ്ട്. ഫാസ്റ്റ് അല്ല എവിടേക്കാ? പോസ്റ്റേ കുറച്ച് 100 മീറ്ററോളം യാത്ര ചെയ്ത് ഞങ്ങൾ യാത്രക്കാരായിരുന്നു. എല്ലാവരും ഭയന്ന് പേടിച്ച് ചാടി ഇറങ്ങുമായിരുന്നു ബസ്സിൽ നിന്ന്. ഉറങ്ങിപ്പോയാണെന്ന് ഞങ്ങൾ സംശയിക്കുന്നു. വണ്ടി ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് കയറിയതാ. ഡ്രൈവർ ബ്രേക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഇതുണ്ടാവില്ലേ, തലേന്ന് ഇടിക്കില്ല, അങ്ങനൊന്നും ഉണ്ടാവില്ല. ഒന്നും ഉണ്ടായില്ല. വണ്ടിങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു. ഇടിച്ചപ്പോഴായിരുന്നു എണ്ണിട്ട് എന്ത് സൗണ്ട് മനസ്സിലായില്ല. അപ്പോഴേക്കും പോസ്റ്റുമേന്ന് ഇടിച്ചു. അറ്റം വരെ പോയി. അവിടെയാണ് വണ്ടി എടുക്കുന്നതെങ്കിൽ അവിടെ വരെ ഒരു ബ്രേക്ക് ഇട്ടില്ല. എങ്ങനെ നിന്നവരെ കൊടുത്തില്ല. വണ്ടി ഔട്ടിട്ടില്ല നിലവിൽ. എന്നെ ഇവിടെ വെച്ചുണ്ടായിരുന്ന ശരി വ്യക്തമായിട്ടൊന്നും അറിയില്ല. എന്താന്ന് വെച്ചാൽ വണ്ടി ഇടിച്ച് നിർത്തിയപ്പോഴാണല്ലോ അറിയുന്നത്. അതുവരെ അറിഞ്ഞിട്ടില്ല. അല്ല, ആരും പുറത്തിറങ്ങണ്ട. അപ്പം മറ്റേ ലൈൻ കമ്പി അത് ബസ്സിനടുത്തായിരുന്നു കിടന്നത്. എങ്ങനെയാ പറ്റിയെന്ന് കാണുന്നു. കൂട്ട നിലവിളിയായിരുന്നു അല്ലേ? കൂട്ട നിലവിളി. പക്ഷെ വണ്ടിയിൽ നിന്ന് ആർക്കൊന്നും സംഭവിച്ചിട്ടില്ല. വണ്ടി 1-2 പ്രാവശ്യം പാളിയിട്ട് പോസ്റ്റിനിട്ട് തട്ടി. പോസ്റ്റിനിട്ട് തട്ടിക്കഴിഞ്ഞ് പിന്നെ പോസ്റ്റ് ഒടിഞ്ഞ് അതിൻ്റെ പകുതി എൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിൽ ഉടക്കിയിരുന്നു. അതിങ്ങനെ ഈ മതിലയിൽ അടിച്ചടിച്ചടിച്ച് അവിടെ വരെ പോയി നിന്നു. ബ്രേക്ക് പോയെന്നാണ് പറയുന്നത്. വണ്ടി വണ്ടി നിർത്തണ്ടല്ലേ? അപ്പം ചവിട്ടിട്ട് നിന്നില്ല. അതാ ഇതേ തട്ടി അവിടെ പോയി നിന്നു. വണ്ടി സൈഡ് ചേർന്ന KSRTC ഉണ്ട്. KSRTC ഡ്രൈവറിൻ്റെ കുഴപ്പം കൊണ്ട് തന്നെ. വണ്ടിയുടെ ബ്രേക്കിൻ്റെ കുഴപ്പമൊന്നുമല്ല. സൈഡ് ചേർന്ന വണ്ടി വന്നുകൊണ്ട് അതായിരുന്ന ആൾ പറയുന്നത് വെമ്പള്ളി പോലെ ഇങ്ങനെയാണ് പോകുന്നത്, അവിടെ നിന്ന് ഒരാളെ ഇടിക്കേണ്ട വരുന്നതാണ്.